ലോകത്തിലെ തന്നെ അപൂർവ സുന്ദരമായ നഗരം, കലാകാരന്മാരുടെ നഗരം, റോഡ് ഗതാഗതം വളരെ കുറവുള്ള നഗരം, സഞ്ചാരികളുടെ പരദീസ. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള വെനീസിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. വെൽക്കം ബാക്ക് ടു മാളു മീനു വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഇറ്റലി ട്രിപ്പായിട്ട് ഞങ്ങൾ വെനീസിലോട്ടാണ് പോകുന്നത്. ഇതാണ് ലിബർട്ടി ബ്രിഡ്ജ്. വെനീസിലെ ദ്വീപുകളെ നഗരത്തിൻ്റെ പ്രധാന ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന റോഡ് പാലം. ഇത് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. 100-ൽ പരം ദ്വീപുകൾ ചേർന്ന ഒരു ദ്വീപ് സമൂഹമാണ് വെനീസ്. റോഡ് മാർഗവും ജലമാർഗവും നമുക്ക് വെനീസിലോട്ട് എത്താം. നമ്മളിപ്പോൾ വെനീസിലെത്തി. ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ഇരുട്ടായിരുന്നു. ഇനി നമുക്ക് വാട്ടർ ബസ്സിന് വേണം പോകാൻ. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ സ്ട്രൈക്കായിരുന്നു, അതുകൊണ്ട് ഇനി വാട്ടർ ബസ്സിൽ പോകാൻ പറ്റില്ല. വാട്ടർ ബസ് എന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ബസ്സൊക്കെ ഉപയോഗിച്ചല്ലേ പോകുന്നത്, പക്ഷേ ഇവിടെ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ബോട്ടുകളാണ്. വാട്ടർ ബസ് സമരമായതുകൊണ്ട് നമുക്കിനി വാട്ടർ ടാക്സിക്ക് വേണം പോകാൻ. ഞങ്ങൾ കയറിയിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. നമുക്കിനി ലിഡോ എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ട് പോകണം. ഒരു ദിവസം സ്റ്റേ ഉണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന വാട്ടർ ടാക്സി. ഞങ്ങൾ ലിഡോയിൽ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. ഞങ്ങൾ മടുത്തു, അങ്ങോട്ട് ഇനി എന്തായാലും ഉറങ്ങണം. അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിലോട്ട് പോവാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വെനീസിലെ ലിഡോ ബീച്ചിലാണ്. ഞങ്ങൾ ഇന്നലെയാണ് വന്നത്. ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ലിഡോ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. വലിയ തിരുമാലയൊന്നും ഇല്ലായിരുന്നു, അങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അപ്പായ്ക്ക് പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി ഇറങ്ങിയില്ലേ, ഞങ്ങൾ അവിടെ നിൽക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ കളിച്ചു. അത് ഞങ്ങൾ ഒത്തിരി ഷെല്ലൊക്കെ പറക്കി. പക്ഷേ ആണെങ്കിൽ ഞങ്ങളത് എടുക്കാൻ മറന്നു. ഞങ്ങൾ ഒത്തിരി കളറിലൊക്കെ ഉള്ളത് കണ്ടായിരുന്നു. ആ കിടക്കുന്ന വെള്ളമില്ല, അതെല്ലാം ഷെല്ലാട്ടോ. ഞങ്ങളാണെങ്കിൽ ഇതൊന്ന് സെൻറ്റ് മാർക്സ് സ്ക്വയറിലോട്ട് പോവാണ്. ഫെറിയിൽ വേണം പോകാൻ. ഇതേന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത്. ഇതാണ് ടിക്കറ്റ് മെഷീൻ. ഞങ്ങളാണെങ്കിൽ ഡേ ടിക്കറ്റാണ് എടുത്തത്. ഈ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഫെറി കയറാൻ പറ്റുള്ളൂ. ഇവിടെ ബോട്ടുകൾക്കൊക്കെ നമ്പറാണ്. 1 നമ്പർ ബോർഡിലോ കയറിയാൽ നമുക്ക് സെൻറ്റ് മാർക്സ് സ്ക്വയറിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റും. നമുക്കിനി ബോട്ടിലെ കാഴ്ചകളൊക്കെ കാണാം. കാറും ബസ് റോഡും ഒന്നും ഇല്ലെങ്കിലും എന്നാൽ ഒത്തിരി ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു നഗരമാണ് വെനീസ്. നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കാണുന്നത് 2 സൈഡിലും സുവനീർ കടകളാണ്. ഇതെന്താണെന്നറിയോ? ഇതാണ് ഗൊണ്ടോല. ഗൊണ്ടോല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണെന്ന് ആലോചിക്കും. അതാണെങ്കിൽ ഇതുണ്ടോ, ഈ കാണുന്ന ബോട്ടുകളാണ്. ഇതിവിടുത്തെ ട്രഡീഷണൽ ബോട്ടാണ്. വെനീസിൽ മാത്രമേ നമുക്ക് ഈ ഗൊണ്ടോള കാണാൻ പറ്റുള്ളൂ. ഈ ഗൊണ്ടോള കാണാൻ എന്ത് രസമല്ലേ. ഈ ഗൊണ്ടോള ഓടിക്കുന്നവർക്ക് പ്രത്യേക യൂണിഫോം ഉണ്ട്. ഇതാണ് സെൻറ്റ് മാർക്സ് സ്ക്വയർ. നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കാണാം. വെനീസ് കാണാൻ വരുന്നവരുടെ പ്രധാന ലക്ഷ്യമാണ് ഈ സ്ക്വയർ കാണാന്നുള്ളത്. വെനീസിന്റെ ഹാർട്ടാണ് ഈ സെൻറ്റ് മാർക്സ് സ്ക്വയർ. നെപ്പോളിയൻ പറഞ്ഞത് ഈ സെൻറ്റ് മാർക്സ് സ്ക്വയർ യൂറോപ്പിന്റെ ഡ്രോയിങ് റൂമാണെന്നാണ്. സെൻറ്റ് മാർക്സ് സ്ക്വയറിന്റെ അങ്ങേയറ്റത്ത് 2 വലിയ തൂണുകൾ കാണാം. ഇതാണ് മണിഗോപുരം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വെനീസിൻ്റെ നല്ലൊരു വ്യൂവും കിട്ടും. ഇതിൻ്റെ മുകളിൽ കയറാൻ നല്ല ക്യൂ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഈ വലിയ ക്യൂ ഉണ്ടോ, ഈ പള്ളി കയറാനുള്ള ക്യൂ ആണിത്. പിന്നെ നല്ല വെയിലുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഈ പള്ളി കയറുന്നില്ല. അയ്യോ, ഭയങ്കര ചൂടാണ്. ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചൂടെന്ന് അറിഞ്ഞുകൊണ്ട്. ഇനി നമുക്കൊന്ന് വെനീസ് നടന്ന് എക്സ്പ്ലോർ ചെയ്യാം.
ഇടുങ്ങിയ കുറേ പാതകളാണ് ഇവിടെ ഉള്ളത്. അതൊന്നെങ്കിൽ ഒരു കനാലിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്ക്വയറിലോട്ടോ ആയിരിക്കും എത്തുന്നത്. ഞാൻ വെനീസിൽ എല്ലായിടത്തും കണ്ട ഒരു സാധനമുണ്ട്. അതെന്താണെന്നറിയോ? ഞാൻ കാണിച്ചു തരാം. അതാണ് ഈ വെനീസിയൻ മാസ്ക്. പണ്ടത്തെ ആൾക്കാർ ഇത് ധരിക്കായിരുന്നു അവരുടെ വ്യക്തിത്വം അറിയാതിരിക്കാൻ. ഇപ്പോൾ പണക്കാർക്കാണെങ്കിൽ പാവപ്പെട്ടവരാം, പാവപ്പെട്ടവർക്ക് പണക്കാരാം, അങ്ങനെയൊക്കെ ധരിക്കായിരുന്നു. ഇപ്പോൾ അതങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റ് ഇതിങ്ങനെ വാങ്ങാറേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒരെണ്ണം വാങ്ങി. ഞങ്ങൾ വാങ്ങിയപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് ഓഫർ തന്നു, ഈ ഒരു സാധനം കൂടെ ഫ്രീ ആയിട്ട് തന്നു. നമ്മുടെ വീടിൻ്റെ നേരെയൊക്കെ കാണുന്ന മിറ്റമല്ലേ, പക്ഷെ ഇവരുടെ വീടിൻ്റെ നേരെ കാണുന്നത് കനാലാണ്. ഞങ്ങൾ സ്ട്രീറ്റ്സിൽ കൂടെ നടന്നു പോയപ്പോഴാണ് ഈ സാധനം കണ്ടത്. ഇതാണെങ്കിൽ ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ സ്റ്റാച്ചു ആണ്. കണ്ടോ, റൊണാൾഡോ ഒക്കെ ഇരിപ്പുണ്ട്. നമ്മളിങ്ങനെ നടന്നു വരുമ്പം നേരെ എത്തുന്ന ഒരു ബ്രിഡ്ജിലോട്ടാണ്. ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നല്ലൊരു വ്യൂ കിട്ടും. ഭയങ്കര തണുപ്പാണ് ഇവിടെ. ഇതാണ് റിയാൽട്ടോ ബ്രിഡ്ജ്. ഗ്രാൻഡ് കനാലിൻ്റെ കുറുകെ നിർമ്മിച്ച ആദ്യത്തെ പാലമാണിത്. വെനീസിലെ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ സ്പോട്ടാണിത്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. ഇതാണ് സാന്താ ലൂസിയ റെയിൽവേ സ്റ്റേഷൻ. വെനീസിൻ്റെ പുറംലോകവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റെയിൽവേ സ്റ്റേഷനാണിത്. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൽ എപ്പോഴും തിരക്കാണ്. സെൻറ് മാർക്സ് സ്ക്വയറിൽ പോകണമെങ്കിൽ നമുക്ക് ഫെറിയിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് നടന്നും പോകാം. വെനീസിലെ പ്രധാന കനാലായ ഗ്രാൻഡ് കനാലാണിത്. എല്ലാ സമയത്തും ഇവിടെ വിസിറ്റ് ചെയ്യാമെങ്കിലും മാർച്ച്, ഏപ്രിൽ, മെയ്, സെപ്റ്റംബർ ആണ് ഇവിടെ വരാൻ പറ്റിയ സമയം. ഞങ്ങൾ പോയപ്പോൾ നല്ല ചൂടായിരുന്നു. വെനീസിലെ കാഴ്ചകൾ കണ്ടാലും തീരത്തില്ല. പക്ഷേ ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണേ. അതുവരേക്കും ബൈ ബൈ.